ഇയർ പിയേഴ്സിംഗ് ഗൺ. വളരെ ഹൈജീനിക്കായ ഒരു ഗണ്ണാണ് ഇൻവെയർനെസ് എന്നാണ് ഗണ്ണിൻ്റെ പേര്. ഇങ്ങനെയാണ് ഈ ഗണ്ണ് ഉണ്ടാവുക. ഇത് ഒരിക്കലും ഇതൊരിക്കലും നിങ്ങൾക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ കണ്ട പോലെ ടക്ന്ന് അടിക്കുന്ന പരിപാടിയില്ല. ഇത് നമ്മളുടെ ആവശ്യാനുസരണം ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. 600 ടൈം നമുക്കിത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് ഓൾറെഡി. ഡിസൈനിൻ്റെ ഒരു എന്താ പറയുക വെറൈറ്റി ഒന്നും പറയാനില്ല, അതിഗംഭീരമാണ്. ഇതിനപ്പുറം തൽക്കാലം നമ്മളുടെ നാട്ടിൽ വേറെ ഒരു സാധനമില്ല. താല്പര്യമുള്ളൊരു വരിക, മിഡാസിൽ സാധനം നിലവിൽ അവൈലബിൾ ആണ്. ഹലോ, എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കറിയാം കുറച്ച് കാലങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇനിയൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതും എന്നാൽ ഒരു പുതുമയുള്ളതുമായ വീഡിയോ ആണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അത്തരത്തിലൊരു വീഡിയോയാണ് നമ്മൾ ഇത്തവണ ചെയ്യാൻ പോണത്. അതിന് നമ്മുടെ ക്യാമറാമാൻ മനാഫ് കൂടിയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഞെക്കാൻ മറക്കണ്ട, അത് ഞെക്കി പൊട്ടിച്ചേക്ക്, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഈ തവണ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു വിശേഷം എന്ന് പറയുന്നത് ഇയർ പിയേഴ്സിംഗ് ഗൺ അല്ലേ. ഈ ഇയർ പിയേഴ്സിംഗ് ഗണ്ണിനെ കുറിച്ച് ഞാനിങ്ങനെ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇയർ പിയേഴ്സിംഗ് ഗണ്ണിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു യൂട്യൂബേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ ഇയർ പിയേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇൻഫെക്ഷൻ ആയാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഗണ്ണ് ഷോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചതഞ്ഞിട്ട് നീര് വെക്കുന്ന അവസ്ഥ ഉണ്ടാകും, അപ്പോൾ അതെങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഒരു ഹൈജീനിക്കായ സ്ഥലം നമുക്ക് ഇയർ പിയേഴ്സിങ് ചെയ്യാൻ എങ്ങനെ കണ്ടുപിടിക്കാം. കാരണം ഇവർ ഹൈജീനിക്കായ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം നിങ്ങൾക്കറിയാം, സ്റ്റഡ് നമ്മൾ കൈ കൊണ്ട് എടുത്തതിലേക്ക് ഇടുന്നു, ഗണ്ണടിക്കുന്നു. അപ്പോൾ ഒരേ ഗണ്ണ് തന്നെ പലർക്ക് യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഹൈജീനിക് വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒട്ടനവധി വീഡിയോസ് ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു വീഡിയോ. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് അറിയാം, ഇയർ പിയേഴ്സിംഗ് ഇപ്പോൾ നോർമലി നടക്കുന്ന ഒന്നെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ക്ലിനിക്കുകളിലുണ്ട്, അതുപോലെ തന്നെ ജ്വല്ലറികളിലുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സലൂൺസിൽ എല്ലാത്തിലും തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പുതിയ എന്താ പറയുക, വളരെ ഹൈജീനിക്കായ ഒരു ഗണ്ണാണ് അവതരിപ്പിക്കുന്നത്. ഈ ഗണ്ണിൻ്റെ പേര് ഇൻവെയർനെസ് എന്നാണ് ഗണ്ണിൻ്റെ പേര്. ഓക്കെ, ഇത് ഒരു അമേരിക്കൻ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. അമേരിക്കൻ കമ്പനി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഈ സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. വാരൻ ബഫറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വലിയൊരു ഇൻവെസ്റ്ററാണ്. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വലിയൊരു കോടീശ്വരനൊക്കെ ആയി മാറിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഓൺ പ്രൊഡക്റ്റ്, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റാണിത്. അദ്ദേഹത്തിന് നേരിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഏകദേശം 40 വർഷത്തിലധികമായ ഒരു കമ്പനിയാണ്. 70-ൽ പരം രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾക്ക് ഓൾറെഡി ഇവരുടെ സർവീസ് കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അത്രത്തോളം ഉള്ളൊരു സാധനമാകുമ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാമല്ലോ, കുറച്ച് പ്രത്യേകതകൾ ഈ സാധനത്തിനുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ വളരെ ഹൈജീനിക് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഹൈജീനിക്കായിട്ട് ഒരു ക്ലിനിക്ക് പോലെ നമുക്ക് ഈ സാധനം, നമുക്ക് ഇയർ പിയേഴ്സിങ് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രത്യേകതകൾ, അതിലേക്കാണ് നമ്മളിന്ന് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഗൺ ഷോട്ട് ചെയ്യാനുള്ളത് ഇങ്ങനെ പല തരത്തിലുള്ള ഉണ്ടോ, ഇതിൻ്റെ ആ ഒരു ഇങ്ങനെ പലതരത്തിലുള്ള, മെയിൻലി പിന്നെ അതേപോലെ തന്നെ ഒരു അമേരിക്കൻ പ്രൊഡക്റ്റ് കൂടിയായിട്ടുള്ള സ്റ്റഡ് എക്സ്, ഇതാണ് നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു പ്രൊഡക്റ്റ്. ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ ഈ വന്ന് ടക്ക് എന്നുള്ള അടിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഈ ചെവിയുടെ ഇവിടുത്തെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടി കിട്ടിയിട്ട് നീര് വെക്കണ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന സ്റ്റഡിൻ്റെ ബാക്ക് സൈഡ് ഇതിൽ ഒന്ന് ഈ കാണുന്ന ഇതിലേക്ക് വന്നിട്ട് ഓട്ടോമാറ്റിക് ജോയിൻ ചെയ്യാനുള്ള ചെയ്യുക. അപ്പോൾ ഇതിനൊരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് നിൽക്കുക എന്നില്ല, ഇത് ഫുള്ളി പ്രസ് ചെയ്തിട്ട് വന്ന് അടിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഒരു നീര് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ ഗണ്ണുമാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്
ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോണത്. ഒന്ന്, ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്ന ഗണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അത് തന്നെ ഫോം ഇങ്ങനെയാണ് ഈ ഗണ്ണ് ഉണ്ടാവുക. ഇത് ഒരിക്കലും ഇൻവെയർനെസ്, ഇതൊരിക്കലും നിങ്ങൾക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ കണ്ട പോലെ ടക്ക് അടിക്കുന്ന പരിപാടിയില്ല. ഇത് നമ്മളുടെ ആവശ്യാനുസരണം ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. കണ്ടോ, ജസ്റ്റ് പ്രസ്സിങ്, അല്ലാതെ ടക്ക് അടിച്ചിട്ട് ഇവിടെ ചതവ് വീഴുവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈജീനിക്കിനെ കുറിച്ച് പറഞ്ഞു. ഞാനൊരു യൂട്യൂബ് കണ്ടപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, നിങ്ങൾ പ്രത്യേകിച്ചും ഗൺഷോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ആളോട് ഉറപ്പായിട്ടും ഗ്ലൗസ് ധരിക്കണം, അതുപോലെ തന്നെ ഗണ്ണ് സ്റ്റെറിലൈസ് ചെയ്താന്ന് ഉറപ്പാക്കണം, അതുപോലെ ഉപയോഗിക്കുന്ന സ്റ്റഡ് സ്റ്റെറിലൈസ്ഡ് ആണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ അവർ ആ യൂട്യൂബ് വീഡിയോയിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഒരു സിംഗിൾ ഷോട്ടിൽ നമുക്ക് മറികടക്കാൻ കഴിയുന്ന ഒന്നാണ് ഇൻവെയർനെസ്സിൻ്റെ ആ ഷോട്ട് ചെയ്യുന്ന സിസ്റ്റം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനൊപ്പം തന്നെ ഈ ഒരു ഗണ്ണിൻ്റെ MRP എന്ന് പറയുന്നത് 1900 നമ്മളിവിടെ വിൽക്കുന്നത് 1600 രൂപയ്ക്കാണ്. ഈ 1600 രൂപയ്ക്ക് നിങ്ങൾ ഈ ഒരു ഗണ്ണ് മേടിച്ചു കഴിഞ്ഞാൽ ഏകദേശം അവർ നമ്മളോട് പറഞ്ഞത് ഏകദേശം ഒരു 600 ടൈം നമുക്കിത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് ഓൾറെഡി ഇതിൻ്റെ സ്പ്രിങ്ങിന്. സപ്പോസ് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നമ്മൾ 2 വർഷം 3 വർഷം ഉപയോഗിച്ചപ്പോൾ ഇതിൻ്റെ ആ ഒരു പവർ കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് യാതൊരുവിധ ഡാമേജ് സംഭവിക്കാതെ നിങ്ങൾ നമ്മളുടെ അടുത്ത് തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ഗണ്ണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും. അതായത് ഇതിന് പകരം മാറ്റിയിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പുതിയൊരു ഗണ്ണ് തരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നോർമലി വരുന്ന ഇങ്ങനെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാവും. മാർക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഗണ്ണ് ചെയ്യാം. അടുത്തതാണ് ഇതിൻ്റെ സിസ്റ്റം. ഡിസൈനിൻ്റെ ഒരു എന്താ പറയുക, വെറൈറ്റി ഒന്നും പറയാനില്ല, അതിഗംഭീരമാണ്. ഇതൊന്ന് നമുക്ക് ക്ലോസ് ആയിട്ട് കണ്ടുനോക്കാം. ഇതിൽ കുറച്ച് എല്ലാം നമ്മൾ എടുത്തിട്ടില്ല, ഇനീഷ്യലി ഉള്ള ആയ കാരണം കൊണ്ട്. പക്ഷേ എല്ലാ ഡിസൈൻസും, ഇത് മാത്രമല്ല ഇതിൻ്റെ ഈ സൈഡ് കൂടി ഉണ്ട്. ഇതിൻ്റെ എല്ലാ ഡിസൈൻസും അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ഇവരുടെ നോസിൻ്റെ സിസ്റ്റം കൂടിയുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉള്ളൊരു ഈ പറയുന്ന ഡിസൈൻസിൽ കുറച്ചധികം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ചെയ്യണ എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ഗണ്ണ് ഉണ്ടാവും, അതിൻ്റെ സിസ്റ്റം, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതിൻ്റെ ഒരു പെയർ വരുന്നത് ഇങ്ങനെ ഒരു ബോക്സിലാണ്. അതായത് ഒരാൾക്കും ഇത് തുറന്നിട്ട് ടച്ച് ചെയ്യാൻ കഴിയില്ല. ഇതിങ്ങനെ സ്റ്റെറിലൈസ്ഡ് ആയിട്ട് ഫുള്ളി പാക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു സംവിധാനത്തിലാണ് വരുന്നത്. അങ്ങനെ വരുന്ന സംവിധാനം നമ്മളൊരു ഗണ്ണിലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുകൂടി നോക്കാം. ഗണ്ണിൽ വരുന്ന സാധനം ഈ ഒരു രൂപത്തിലാണ്. ഇതിപ്പോൾ തൽക്കാലമായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കണമെന്നുള്ളൂ. ഈ ഒരു രൂപത്തിലാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ച ഈ ബോക്സിനുള്ളിൽ വരുന്നത്. ഈ ഒരു രൂപത്തിലാണ് ഇത്. തുറന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയയുണ്ട്, പിന്നെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് തുറന്നിട്ട് വന്നു കഴിഞ്ഞാൽ പോലും ഇതിനുള്ളിൽ നമുക്ക് കൈ ടച്ച് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾഡ് ആണ്. ഇപ്പോൾ ഇത് തന്നെ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് ഇത് വേണ്ട, ഞാനത് പൊളിച്ചു മാറ്റാം. കണ്ടോ, വെൽ സീൽഡ് ആണ്. ഇത് സ്റ്റഡിലേക്ക് നമുക്ക് ഒരിക്കലും, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റഡ് ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് ഒരിക്കലും ടച്ച് ചെയ്യാനോ കാര്യങ്ങളോ കഴിയില്ല. ഒപ്പം അതിൻ്റെ ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം, ഇതിൻ്റെ ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ബാക്കിൽ നിന്ന് വന്നിട്ട് ലോക്ക് ചെയ്യുന്ന സംഭവം ഇവർക്ക് പേറ്റൻ്റ് ഉള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. നോർമലി നമ്മൾ സ്റ്റഡ് എക്സിലൊക്കെ കാണുന്ന ആ ബട്ടർഫ്ലൈ ക്ലിപ്പ് പോലത്തെ സാധനമാണ്. പക്ഷേ ഇത് ബാക്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്യുന്ന, എന്നാൽ ഈ നമ്മളുടെ ചെവിക്ക് അങ്ങനെ ഒന്ന് ചതവ് ഒന്നും വീഴാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം. ഞാനപ്പോൾ ഇത് ഈ ഗണ്ണിൽ എങ്ങനെ ഉപയോഗിക്കുന്നു നിങ്ങളെ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് നമ്മൾ ഇത് ഗണ്ണെടുത്തു, ഈ ഒരു പാർട്ടിലേക്ക് നമ്മൾ ഇത് ജസ്റ്റ് ഇറക്കി വയ്ക്കുക. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞതാവും കറക്റ്റ് ലോക്കായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇത് ചെവിയാണെങ്കിൽ നമുക്ക് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഓക്കെ ഇങ്ങനെ താഴെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് വെറുതെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പുറത്തേക്ക് നീണ്ടുവരും. അപ്പോൾ എവിടെയാണോ നമ്മൾ മാർക്ക് ചെയ്തേക്കണേ അവിടെ പിടിക്കുക. ജസ്റ്റ് പിടിച്ചതിന് ശേഷം കഴിഞ്ഞു.
ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, സിമ്പിളാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കൂ, കണ്ടോ? ഇത് ഒരിക്കലും ടച്ച് ചെയ്യാത്ത രീതിയിൽ വളരെ സേഫ്റ്റിയോട് കൂടിയിട്ട്, ഒരിക്കലും ഇത് ടച്ച് ആവില്ല. ഇത് ഈ പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ലോക്കായിരിക്കുകയാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് കാണിച്ചു തരാം. ഇതിൻ്റെ ആ ഒരു പ്രത്യേകത, ലോക്കിൻ്റെ പ്രത്യേകത കൂടി കണ്ടു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇതിനു മുമ്പ് നമ്മുടെ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്താണ്. ഇതിങ്ങനെയാണ് വന്നിരിക്കുക. ഇത് ഒരു കാരണവശാലും ഇവിടെ നിന്ന് അകത്തേക്ക് മൂവ് ചെയ്യില്ല. കണ്ടോ? ഇവിടെ വെച്ച് ലോക്കാവും. ഇത് തുറന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും. ഇതിൻ്റെ ആ ഒരു ലോക്കിംഗ് സിസ്റ്റം ഇവിടെ കാണാം. ഇത് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിൽ നിൽക്കും. ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലോക്കായിട്ട് അവിടെ നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ഗൺഷോട്ട് ചെയ്യണ പോലെ ഭയങ്കര പ്രസ്സിൽ വന്നിട്ട് ഇവിടെ അടിച്ചിട്ട് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെയാണ്. ഓരോ ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ ഡിസൈനിൻ്റെ നമ്പർ ഉണ്ടാവും, അതനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതുകൂടാതെ ഇപ്പോൾ കമ്പനി ഒരു സ്പെഷ്യൽ സ്കീമായിട്ട് നമുക്ക് തരുന്ന ഒരിതാണ് ഇതിങ്ങനെ ഒരു ബോക്സ്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ 2 ഗണ്ണുണ്ടാവും, ഒരു മിറർ, അത് കുത്താനുള്ള പെന്നും, നമുക്ക് ഈ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള സംഭവം, ഒപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കംപ്ലീറ്റ് ആ ഒരു സ്റ്റഡിൻ്റെ ഡിസൈൻസും നമ്പേഴ്സും. ഇപ്പോൾ നമുക്ക് കസ്റ്റമറെ കാണിക്കണമെങ്കിൽ ഇത് കാണിച്ചു കൊടുത്തിട്ട് ചെയ്യാനുള്ളതും, ഒപ്പം അവർ തന്നെ ബ്രാൻഡിലുള്ളൊരു അടിപൊളി പെൻ, പിന്നെ നിങ്ങൾക്ക് ഇതൊരെണ്ണം കൂടി ഈ ഒരു കിറ്റിലുണ്ടാവും. ഇത്രയും സാധനം ഈ ഒരു ബോക്സിലുണ്ടാവും. അവരുടെ ലോഗോയൊക്കെ കൂടി വെച്ചിട്ടുള്ള ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയാൻ പെട്ടെന്ന് മനസ്സിലാവുന്നത് വെച്ചാൽ ഇപ്പോൾ ഗാൽവാനിക് മെഷീൻ, വളരെ ചെറുതായിട്ടുള്ളൊരു ഗാൽവാനിക് മെഷീനും വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ മെഷീൻസ് കൂടിയിട്ട് വരുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ ഏതാണ്ട് 50,000-ഓളം രൂപ വരുന്ന ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു പ്രൊഫഷണൽ യൂസിന് ഇത്തരത്തിലുള്ള ഇത് കാണുന്നതാണ് കസ്റ്റമേഴ്സിന് എപ്പോഴും നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ വളരെ ഹൈജീനിക്കായിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇയർ പിയേഴ്സിങ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന എനിക്കൊരു കൊച്ചുണ്ടായാലും കുഞ്ഞു കൊച്ചിനെ ഇത് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് യാതൊരുവിധ അപകട സാധ്യതയും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും സേഫായിട്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് അവർ പൈസയെല്ലാം നോക്കുന്ന സേഫ്റ്റിയാണ്. അപ്പം അങ്ങനെ നോക്കുന്ന ഹൈലി പ്രൊഫൈലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം തൽക്കാലം നമ്മളുടെ നാട്ടിൽ വേറെ ഒരു സാധനമില്ല. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ നിന്ന് നേരിട്ട് മനസ്സിലാക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഇത് കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാ തവണയും ചെയ്യാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഏതാണ്ട് ഞങ്ങൾ കാണുന്ന എല്ലാ കമൻറ്റിനും ഞങ്ങളാൽ കഴിയുന്ന റിപ്ലൈ തരാറുണ്ട്. കുറച്ചായിട്ട് നമ്മൾ തിരക്കും കാര്യങ്ങളും കൊണ്ടും വീഡിയോ ചെയ്യാതിരുന്നത് കൊണ്ടും കുറച്ച് കമൻറ്റുകളൊക്കെ വിട്ടുവിട്ടുണ്ടാവും. പക്ഷേ ഇനി മുതൽ എല്ലാത്തിനും നിങ്ങൾക്കും റിപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വളരെ സേഫ്റ്റി ആയിട്ടുള്ള, വളരെ ലക്ഷറി ആയിട്ടുള്ള, ഈ ആളുകൾ പറയുന്ന ഹൈജീനിക്കിനും സ്റ്റെറിലൈസേഷനും ഒക്കെ ഒരു സിംഗിൾ ഷോട്ടിലൂടെ മറുപടി പറയാവുന്ന വളരെ നല്ലൊരു മിഷനറിയാണ് ഇൻവെയർനെസ് എന്ന് പറഞ്ഞിട്ട് US നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഈ പ്രൊഡക്റ്റ്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 70-ൽ പരം രാജ്യങ്ങളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് 40-ൽ പരം വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ താല്പര്യമുള്ളൊരു വരിക, മിഡാസിൽ സാധനം നിലവിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. തൽക്കാലം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ്. ഞങ്ങളുടെ ക്യാമറാമാൻ മനാഫിനൊപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.